ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി വരാനിരിക്കുന്ന എക്സാമാണ് സിവിൽ എക്സൈസ് ഓഫീസർ അല്ലേ. ആ ഒരു എക്സാമിന് ചോദിച്ച സ്പെഷ്യൽ ടോപ്പിക് ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സബ്ജക്റ്റ് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് തികഞ്ഞ വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ENAയുടെ പൂർണ്ണനാമം? ENA ആൻസർ ഓപ്ഷൻ ബി, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. NDPS നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാ? കേരളത്തിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നതിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. കേരളത്തിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗേജിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നത്. ഗേജിംഗ് എന്ന് വെച്ചാൽ ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NDPS നിയമപ്രകാരം മജിസ്ട്രേറ്റിൻ്റെയോ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെയോ സാന്നിധ്യത്തിലല്ലാതെ മയക്കുമരുന്ന് കൈവശം സൂക്ഷിച്ചിരുന്ന ഒരാളുടെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ ആയതിൻ്റെ റിപ്പോർട്ട് ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തൻ്റെ തൊട്ടുമുകളിലുള്ള മേലുദ്യോഗസ്ഥന് നൽകണം. അപ്പോൾ റിപ്പോർട്ട് കൈമാറേണ്ട ദിവസമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 72 മണിക്കൂറിനുള്ളിൽ മേലുദ്യോഗസ്ഥന് റിപ്പോർട്ട് കൈമാറണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വയ്ക്കാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ചാരായം കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യഷോപ്പിൽ നിന്നും ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിനെ സമ്മാനമായി നൽകി. അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല. മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിലും കേസെടുക്കാം. ആൻസർ ഓപ്ഷൻ സി 3ഉം 4ഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ വരുന്നത് ഈ പറയുന്ന ദിവസങ്ങളെല്ലാം വരുന്നുണ്ട്. മഹാത്മാഗാന്ധി ജയന്തി ദിനം, മഹാത്മാഗാന്ധി ജയന്തി ചരമദിനം, ശ്രീനാരായണ ഗുരു ജയന്തി ദിനം, ശ്രീനാരായണ ഗുരു സമാധി ദിനം. ഈ ദിവസങ്ങളിലെല്ലാം കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്നു. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത് എന്താണ്? ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ബ്ലെൻഡിങ്. നെക്സ്റ്റ്, 1953 വിദേശ മദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസായ FL6 ലൈസൻസിൻ്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണ്? FL6 ലൈസൻസിൻ്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 50,000 രൂപ. കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ വീര്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, 35 UP. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന ഹോൾസെയിൽ നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏതാണ്? ഹോൾസെയിലായിട്ട് വിദേശ മദ്യം നടത്തുന്നതിന് അല്ലേ? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, FL9 ലൈസൻസ്. കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? പുകവലിക്ക് നിരോധനം ഏത് ആക്റ്റാണ്? ഏത് വകുപ്പാണ്? ആൻസർ ഓപ്ഷൻ സി, വകുപ്പ് 4. കോട്ട്പ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ദൂരപരിധി എത്രയാണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടുത്ത് നിന്ന് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര ദൂരപരിധിക്കുള്ളിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 100 അടി. ആൻസർ ഓപ്ഷൻ എ ആണ്, 100 യാർഡാണ് വരുന്നത് കേട്ടോ. യാർഡ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 18 വയസ്സ്. നെക്സ്റ്റ്, കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? ലഹരി വർജന മിഷനാണ് വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ മുഖ്യമന്ത്രി. വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 14405. 14405. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷൻ ആയ വിമുക്തി രൂപീകരിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി 2016. 2000 വിവര സാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവ്വമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഏത്? ആൻസർ ഓപ്ഷൻ എ 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2000 വിവര സാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് കോപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനന്യമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനപരമായോ സത്യസന്ധതയില്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഏത്? ആൻസർ ഓപ്ഷൻ സി 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് ബഹുമാനപ്പെട്ട കോടതിയിൽ അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ അധികാരം നൽകുന്നത്? ആൻസർ ഓപ്ഷൻ സി കേരള അബ്കാരി നിയമത്തിലെ സെക്ഷൻ 50(2) പ്രകാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. അബ്കാരി നിയമപ്രകാരം അന്വേഷണം നടത്തുന്ന അബ്കാരി ഉദ്യോഗസ്ഥന് ഏതൊരു വ്യക്തിയെയും തെളിവ് നൽകാൻ വിളിച്ചു വരുത്താം. അതാണ് ശരിയായിട്ട് വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NDPS ആക്ട് പ്രകാരം ഏതെങ്കിലും അറസ്റ്റും പിടിച്ചെടുക്കലും നടത്തുമ്പോൾ അറസ്റ്റിൻ്റെയും പിടിച്ചെടുക്കലിൻ്റെയും റിപ്പോർട്ട് ഉടനടി ഉദ്യോഗസ്ഥ മേധാവിക്ക് എത്ര ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം? എന്താ പറഞ്ഞിരിക്കുന്നത്? NDPS ആക്ട് പ്രകാരം ഏതെങ്കിലും അറസ്റ്റ് പിടിച്ചെടുക്കലൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അറസ്റ്റിൻ്റെയും പിടിച്ചെടുക്കലിൻ്റെയും റിപ്പോർട്ട് ഉടനടി ഉദ്യോഗസ്ഥ മേധാവിക്ക് എത്ര ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം? ആൻസർ ഓപ്ഷൻ സി ആണ് 48 മണിക്കൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സൈസ് വകുപ്പിലെ 4-5 ജില്ലകളിൽ ഉൾപ്പെടുന്ന സോണൽ ഹെഡ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ജോയിൻ്റ് എക്സൈസ് കമ്മീഷണർ. അബ്കാരി നിയമപ്രകാരം സമൻസ് അയച്ച വ്യക്തിയുടെ പ്രസ്താവന ഒരു അബ്കാരി ഓഫീസർ രേഖപ്പെടുത്തുന്നത് കേരള അബ്കാരി നിയമത്തിലെ സെക്ഷൻ 46 പ്രകാരം. അബ്കാരി നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ഓരോ വ്യക്തിയെയും അനാവശ്യ കാലതാമസമില്ലാതെ ഇവർക്ക് മുമ്പ് ഹാജരാക്കണം എന്നതിനെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി ആണ് അബ്കാരി ഇൻസ്പെക്ടർ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയെയും അബ്കാരി ഇൻസ്പെക്ടർക്ക് ജാമ്യത്തിൽ വിടാൻ കഴിയും. അത് എത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ എത്ര വർഷത്തിനുള്ളിൽ നീട്ടാൻ പാടില്ല? ആൻസർ ഓപ്ഷൻ ബി ആണ് 3 വർഷം നീട്ടാൻ പാടില്ല എന്ന് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സൈസ് റേഞ്ച് ഓഫീസുകളിൽ താഴെ പറയുന്നവയിൽ ഏതാണ് സൂക്ഷിക്കേണ്ടതും പരിപാലിക്കേണ്ടതുമായ രജിസ്റ്റർ? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. പ്രോസസ് രജിസ്റ്ററും അതുപോലെ ക്രൈം രജിസ്റ്ററും. ആൻസർ ഓപ്ഷൻ സി പ്രോസസ് രജിസ്റ്റർ, ക്രൈം രജിസ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള അബ്കാരി ആക്ട് പ്രകാരം മദ്യം കൊണ്ടുപോകുന്നതിനുള്ള പെർമിറ്റുകളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി?
ഇവിടെ പറയുന്നതെല്ലാം ശരിയാണ്. മദ്യം കൊണ്ടുപോകുന്നതിനുള്ള പെർമിറ്റുകൾ എക്സൈസ് കമ്മീഷണർക്കോ അല്ലെങ്കിൽ അതിനായി യഥാവിധി അധികാരപ്പെടുത്തിയ ഏതെങ്കിലും വ്യക്തിക്കോ നൽകാം. ശരിയാണ്. 2 തരത്തിലുള്ള പെർമിറ്റുകളുണ്ട്. ഒന്ന് ജനറൽ പെർമിറ്റുകളാണ്, രണ്ടാമത്തേത് അബ്കാരി ആക്ട് പ്രകാരം സ്പെഷ്യൽ പെർമിറ്റുകളാണ്. ഓരോ പെർമിറ്റിലും മദ്യം കൊണ്ടുപോകാൻ അധികാരപ്പെടുത്തിയ വ്യക്തിയുടെ പേര് വ്യക്തമാക്കണം. ഓരോ പെർമിറ്റിലും പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് വ്യക്തമാക്കണം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള ഡിസ്റ്റിലറിയുടെയും വെയർഹൗസ് റൂളറുടെയും കീഴിലുള്ള ഡിസ്റ്റിലറിയിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം പിൻവലിക്കാൻ ആർക്കാണ് അധികാരം? ആൻസർ ഓപ്ഷൻ സി ആണ്, എക്സൈസ് കമ്മീഷണർ. ബ്രൂവറി റൂളർ പ്രകാരം ബിയറിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പറയുന്നതെല്ലാം ശരിയാണ്. മാൾട്ടിൽ നിന്ന് തയ്യാറാക്കിയ മദ്യത്തെയാണ് ബിയർ എന്ന് പറയുന്നത്. പഞ്ചസാരയും ഹോപ്സും ചേർത്തോ അല്ലാതെയോ ധാന്യത്തിൽ തയ്യാറാക്കിയ മദ്യമാണ് ബിയർ. ബിയറിൽ AC, പോർട്ടർ, സ്റ്റൗട്ട് എന്നിവ ഉൾപ്പെടുന്നു. A/C പോർട്ടർ, സ്റ്റൗട്ട് എന്നിവ ഉൾപ്പെടുന്നു. ബിയർ ഒരു പുളിപ്പിച്ച മദ്യമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. പുളിപ്പിക്കൽ പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം മീഞ്ഞ് അരിച്ചെടുക്കുമ്പോൾ അവശേഷിക്കുന്ന അവശിഷ്ടം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ലീസ്. എക്സൈസ് വകുപ്പിലെ താഴെ പറയുന്ന ഉദ്യോഗസ്ഥരിൽ ആർക്കാണ് വാറന്റ് ഇല്ലാതെ വീടുകളിൽ പരിശോധന നടത്താൻ കഴിയുക? പ്രിവെന്റീവ് ഓഫീസർമാർ, എക്സൈസ് ഇൻസ്പെക്ടർമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാർ. ആൻസർ ഓപ്ഷൻ സി ആണ്, 2, 3, 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള അബ്കാരി ആക്ട് പ്രകാരം താഴെ പറയുന്ന അബ്കാരി ഓഫീസർമാരിൽ ആർക്കാണ് മദ്യം നിർമ്മിക്കുന്നതും വിൽക്കുന്നതും പരിശോധിക്കാൻ കഴിയുക? പറയുന്ന എല്ലാവർക്കും പറ്റും. പ്രിവെന്റീവ് ഓഫീസർമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാർ, എക്സൈസ് ഇൻസ്പെക്ടർമാർ, റവന്യൂ വകുപ്പിലെ ഡെപ്യൂട്ടി കളക്ടർ. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. ഏത് പ്രസ്താവനയാണ് ശരി വരുന്നത്? ശരിയായി നമുക്ക് നോക്കാം. എല്ലാ അബ്കാരി ഉദ്യോഗസ്ഥരും അബ്കാരി കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അവരുടെ തൊട്ടടുത്തുള്ള മേലുദ്യോഗസ്ഥന് നൽകാൻ ബാധ്യസ്ഥരാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അബ്കാരി നിയമപ്രകാരം കുറ്റവാളികൾക്ക് ബാധകമായ സെക്ഷൻ ഡാഷ് പ്രകാരം വാറന്റ് ഇല്ലാതെ പൊതുസ്ഥലത്ത് നിന്ന് മദ്യം, വാഹനങ്ങൾ മുതലായവ അറസ്റ്റ് ചെയ്യാനും പിടിച്ചെടുക്കുവാനും കഴിയും. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെക്ഷൻ 34. മുക്തി മിഷന്റെ കീഴിൽ ഇപ്പോൾ എത്ര റീജിയണൽ കൗൺസിലിംഗ് സെന്ററുകൾ പ്രവർത്തിക്കുന്നു? റീജിയണൽ കൗൺസിലിംഗ് സെന്ററുകൾ പ്രവർത്തിക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി, 3. വിമുക്തി ദൗത്യത്തിന് കീഴിലുള്ള നേർക്കോട്ടം കമ്മിറ്റിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ക്യാമ്പിനകത്തും പുറത്തും മയക്കുമരുന്ന് പ്രവർത്തനങ്ങൾ തടയുക, മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും നടത്തുകയും ചെയ്യുക, മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുക, മയക്കുമരുന്ന് വിരുദ്ധമായി ബന്ധപ്പെട്ട നിരവധി കമ്മ്യൂണിറ്റി വിപുലീകരണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും നടത്തുകയും ചെയ്യുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മറ്റൊരാളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ, പാസ്വേഡോ സത്യസന്ധതയില്ലാതെ ആരെങ്കിലും ഉപയോഗിച്ചാൽ അയാൾ ഏത് കുറ്റകൃത്യത്തിലാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഐഡൻറ്റിറ്റി മോഷ്ടിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2000 ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ടിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 19(1)(a) വകുപ്പ് ലംഘിക്കുന്നതിനാൽ സെക്ഷൻ 66(a) ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് ശരിയാണ്. അതുപോലെ തന്നെ 3 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ജാമ്യം ലഭിക്കാവുന്നതായിരിക്കും എന്ന് പറയുന്നതും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചന പ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി. റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി ഏതിൽ വരുന്നില്ല? ഈ പൊതുസ്ഥലം വരുന്നില്ല. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് കുറ്റകരമാണ്. അപ്പോൾ ഈ പൊതുസ്ഥലമായിട്ടത് പരിഗണിക്കുന്നില്ല. പോലീസ് സ്റ്റേഷൻ, ചരക്ക് വാഹനം, റെസ്റ്റോറൻറ്റിലെ ഡൈനിങ് റൂം ഒക്കെ എന്താണ്? പൊതു സ്ഥലങ്ങളാണ്. മദ്യപിക്കാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ട്രാൻസിറ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്,
കേരളത്തിൻ്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിനെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ അബ്കാരി നിയമമനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 15 ലിറ്റർ. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കുവാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 23 വയസ്സ്. NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക? മയക്കുമരുന്ന് നിരോധന നിയമനിർമ്മാണം 1985 NDPS ആക്ടിൻ്റെ ഉദ്ദേശ്യം എന്താണ്? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 2, 4. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്തുവാനും മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്തുവഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുന്നതിന് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുവാനായി. അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 2, 4. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്തുവാനും മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്തുവഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുന്നതിന് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുവാനായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നത് NDPS നിയമത്തിൻ്റെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പ് മുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തപ്പെട്ട ഓഫീസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കമ്മീഷണറുടെ ഓഫീസ്. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏത് പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക? ആൻസർ വരുന്നത് ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 0.1%, ആകെ യാത്രയ്ക്ക് പരമാവധി 0.5%. ആൻസർ ഓപ്ഷൻ ഡി ആണ് 3ഉം 4ഉം. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ സ്പിരിറ്റിൻ്റെ വീര്യം അളക്കൽ. കേരളത്തിൽ വിദേശ മദ്യം ഉൽപ്പന്ന നടത്തുന്നതിനും വിദേശ മദ്യം ലൈസൻസ് 1 പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 2, 3 ശരിയാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. 15.5% വരെ ഈഥിൽ ആൽക്കഹോൾ അടങ്ങിയ വൈൻ കേരളത്തിലെ വിൽപ്പന നടത്താവുന്നതാണ്. 35 ഡിഗ്രി UPG വിദേശ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്താവുന്നതാണ്. അത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത്. ശരിയല്ലാത്തത് നമുക്ക് നോക്കാം. FL4A ക്ലബ്ബ് ലൈസൻസ് അനുവദിക്കുന്നതിന് 200 മീറ്റർ ദൂരപരിധി എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റാണ്. പബ്ബ് ബിയർ വിൽപ്പനയ്ക്കുള്ള ലൈസൻസ് സർക്കാർ നിലവിൽ അനുവദിക്കുന്നത് KTDCക്ക് മാത്രമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതും തെറ്റാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് 3ഉം 4ഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോട്ട്പ നിയമം 2003 പ്രകാരം താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ശരിയായിട്ടുള്ളത് നമുക്ക് ആദ്യം നോക്കാം. 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. ശരിയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 100 വാരയ്ക്ക് അകത്ത് വരുന്ന പ്രദേശങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. അതും ശരിയാണ്. ഇനി ശരിയല്ലാത്തത് നോക്കാം. പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റാണ്. പുകവലി നിരോധിത മേഖല എന്ന് വിജ്ഞാപനം ചെയ്ത സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല എന്നും പറയുന്നു. അതും തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 2ഉം 4ഉം ശരിയല്ലാത്ത പ്രസ്താവന കേട്ടോ, തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ്, കോട്ട്പ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം?
ഈ പറയുന്നതെല്ലാം ശരിയാണ്. വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക, യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക, ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകവലിയുടെ ദൂഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക, നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉപയോഗങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോട്ട്പ ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? പരസ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന തരത്തിലായിരിക്കണം എന്ന് പറയുന്നു. അത് ശരിയാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതണമെന്ന് പറയുന്നു. അത് തെറ്റാണ്. ഇനി പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലിപ്പത്തിലുള്ളവയായിരിക്കണം. അതും ശരിയാണ്. എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾ കാണത്തക്ക വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം. അതും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3, 4 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? 2016 നവംബർ 20-നാണ് വിമുക്തി പദ്ധതി കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. ശരിയാണ്. വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണം വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. അതും ശരിയാണ്. നാളത്തെ കേരളം ലഹരി മുക്തനാവ കേരളം എന്ന് പറയുന്നതാണ് ലക്ഷ്യമെന്ന് പറയുന്നു. അത് തെറ്റാണ്. ശരിയായ പ്രസ്താവന ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരിക. ശരിയാണ്. നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക. അതും ശരിയാണ്. ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നത്. അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി 1, 2, 3 ശരിയാണ്. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവരിൽ ആരെല്ലാം അംഗങ്ങളാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. വിമുക്തി മാനേജർ വരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട 2000-ലെ വിവരസാങ്കേതിക നിയമത്തിൻ്റെ വ്യവസ്ഥ. ആൻസർ ഓപ്ഷൻ സി ഏതാണ്? വകുപ്പ് 43 വകുപ്പ് 66 പറയുന്നു. വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം എത്രയാണ്? 18 വയസ്സിൽ താഴെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അബ്കാരി ആക്ടിന് കീഴിലുള്ള എക്സൈസ് ഇൻസ്പെക്ടറുടെ അധികാരപരിധിയുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിച്ച പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നിയമിക്കപ്പെട്ട എക്സൈസ് ഇൻസ്പെക്ടർക്ക് ചെക്ക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് പരിധിയിലുടനീളം അധികാരപരിധി ഉണ്ടെന്ന് പറയുന്നു. അതാണ് തെറ്റായിട്ട് വരുന്നത്. ശരിയായിട്ടുള്ളത് കൂടി നമുക്ക് നോക്കിപ്പോകാം. എക്സൈസ് സർക്കിൾ ഓഫീസിൽ നിയമിക്കപ്പെട്ട എക്സൈസ് ഇൻസ്പെക്ടർക്ക് സർക്കിൾ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന താലൂക്കിലുടനീളം അധികാരപരിധിയുണ്ട്. താലൂക്ക്. എക്സൈസ് എൻഫോഴ്സ്മെൻറ്റിന് എക്സൈസ് ഇൻസ്പെക്ടർ ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിന് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന റവന്യൂ ജില്ലയിലുടനീളം അധികാരപരിധിയുണ്ട്. അതും ശരിയാണ്. തെറ്റായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരും മറ്റുള്ളവരും ഈ ആക്ട് പ്രകാരം ലൈസൻസ് ഇല്ലാത്ത മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകണം. ആരൊക്കെയാണ്? മജിസ്ട്രേറ്റ്, അബ്കാരി ഓഫീസർ, ലാൻഡ് റവന്യൂ ഉദ്യോഗസ്ഥർ. ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോട്ട്പ നിയമപ്രകാരം പൊതുസ്ഥലത്ത് പുകവലിക്കുന്ന ഒരു കുറ്റവാളിക്ക് എക്സൈസ് ഇൻസ്പെക്ടർ ചുമത്താവുന്ന പിഴ ഡേഷിൽ കവിയാൻ പാടില്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് 100 രൂപ, 200 രൂപ കേട്ടോ. 200 രൂപ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2 മാത്രം. 200 രൂപയിൽ കവിയാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് നിലവിലുള്ള ഹൈറാർക്കിക്കൽ നിരയിലെ എക്സൈസ് ഇൻസ്പെക്ടറുടെ അടുത്ത ഔദ്യോഗിക മേലുദ്യോഗസ്ഥൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ,
അതുപോലെ എക്സൈസ് ഡിവിഷണൽ ഓഫീസ് മാനേജർ, EHQ സൂപ്രണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അബ്കാരി ആക്ട് പ്രകാരം അബ്കാരി ഇൻസ്പെക്ടർമാരുടെ കാര്യത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഏതാണ്? ഇത് എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ എക്സാം ആയിരുന്നു, അതിനാലാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, എല്ലാം ശരിയാണ്. അബ്കാരി ഇൻസ്പെക്ടർ എന്നാൽ അബ്കാരി ആക്ടിൻ്റെ 4D പ്രകാരം നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്നാണ് അർത്ഥമാക്കുന്നത്. റേഞ്ച് ഓഫീസുകളിൽ നിയമിക്കപ്പെടുന്ന എക്സൈസ് ഇൻസ്പെക്ടർക്ക് അബ്കാരി ആക്ട് പ്രകാരം അബ്കാരി ഇൻസ്പെക്ടറുടെ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കും. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ റാങ്കിന് മുകളിലുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും അബ്കാരി ഇൻസ്പെക്ടറുടെ അധികാരം നൽകി. ആൻസർ ഓപ്ഷൻ ബി ആണ്. മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ്. നെക്സ്റ്റ്, അബ്കാരി ആക്ടിലെ സെക്ഷൻ 4D പ്രകാരമുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചാണ് അബ്കാരി ഇൻസ്പെക്ടർമാരെ നിയമിച്ചത്. അവർക്ക് അബ്കാരി ആക്ട് ഭാരമേൽപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും ചുമതലകളും നിർവഹിക്കാൻ കഴിയും. പറയുന്നതിൽ ഏതൊക്കെയാണ് ശരി വരുന്നത്? 4Dയിൽ വരുന്ന ചുമതലകളാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. സെക്ഷൻ 40 മുതൽ 53 വരെ, രണ്ടും ഉൾപ്പെടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അബ്കാരി ആക്ടിലെ സെക്ഷൻ 11 പ്രകാരം പ്രത്യേക പെർമിറ്റുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും നിർവഹിക്കുന്നതിന് എക്സൈസ് ഇൻസ്പെക്ടർമാരുടെ അധികാരങ്ങൾ വിപുലീകരിക്കുന്നു. ഇവിടെ സെക്ഷൻ 11 കൈകാര്യം ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ ബി, ട്രാൻസ്പോർട്ട് പെർമിറ്റ്. അബ്കാരി നിയമത്തിന് കീഴിലുള്ള ഗതാഗതം എന്നാൽ സംസ്ഥാനത്തിനുള്ളിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറാൻ. നെക്സ്റ്റ്, ലൈസൻസ് ഉള്ള സ്ഥലങ്ങൾ പരിശോധിക്കാൻ അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് ഉദ്യോഗസ്ഥരെ അധികാരപ്പെടുത്തുന്നു? ആൻസർ ഓപ്ഷൻ സി, 32. ബ്രൂവറി നിയന്ത്രിക്കാൻ എക്സൈസ് വകുപ്പിലെ ഏത് ഉദ്യോഗസ്ഥരെ നിയമിച്ചു? സർവേയിങ് ഓഫീസർ. വൈനറികൾ പരിശോധിക്കാൻ അധികാരമുള്ള താഴെ പറയുന്ന ഓഫീസർമാർ ആരാണ്? എക്സൈസ് ഇൻസ്പെക്ടർമാരുടെ റാങ്കിലും അതിനു മുകളിലുമുള്ള എക്സൈസ് വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥരും. നെക്സ്റ്റ്, അബ്കാരി ഓഫീസറെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? എക്സൈസ് കമ്മീഷണർ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ 1977 അബ്കാരി ആക്ട് 1 സെക്ഷൻ 4 അല്ലെങ്കിൽ 5 പ്രകാരം നിയമപരമായി നിയമിക്കപ്പെട്ട അല്ലെങ്കിൽ അധികാരത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള മറ്റേതെങ്കിലും വ്യക്തി. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അബ്കാരി നിയമത്തിൻ്റെ ഏത് വകുപ്പ് പ്രകാരമാണ് അബ്കാരി നിയമങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്ന് സംശയിക്കുന്ന വ്യക്തികളെ അബ്കാരി ഇൻസ്പെക്ടർക്ക് വിളിപ്പിക്കാം? ആൻസർ ഓപ്ഷൻ ഡി, 48. താഴെ പറയുന്നതിൽ ആരാണ് അബ്കാരി ഓഫീസർ അല്ലാത്തത്? അബ്കാരി ഓഫീസർ എന്ന് വെച്ചാൽ ആരൊക്കെ വരാം? സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വരാം. അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ, റവന്യൂ വകുപ്പിൻ്റെ ഡെപ്യൂട്ടി കളക്ടർ. വരാത്തത് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡ്രഗ് ഇൻസ്പെക്ടർ. എക്സൈസ് ഇൻ്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ജില്ലാ യൂണിറ്റിൻ്റെ തലവനായി നിയോഗിക്കപ്പെട്ടത് ആരാണ്? എക്സൈസ് ഇൻസ്പെക്ടർ. എക്സൈസ് എൻഫോഴ്സ്മെൻറ്റിൻ്റെയും ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിൻ്റെയും കൃത്യമായി വിവരിക്കുന്ന പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ജില്ലയിൽ അനധികൃത മയക്കുമരുന്ന് ശേഖരണം, വിപണനം, കടത്ത്, ഉപഭോഗം എന്നിവ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കുക. NDPS കേസുകൾ അന്വേഷിച്ച് തുടർ നടപടി സ്വീകരിക്കുക. കണ്ടെത്തിയ അബ്കാരി കേസുകൾ ബന്ധപ്പെട്ട റേഞ്ച് ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്യുക. ആൻസർ ഓപ്ഷൻ സി, 1, 2, 4. NDPS നിയമത്തിലെ ഏത് വകുപ്പാണ് ചികിത്സയ്ക്കായി സ്വമേധയാ സന്നദ്ധരായ ആസക്തികളെ പ്രോസിക്യൂഷനിൽ നിന്നും ഒഴിവാക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 64A. 2016 രൂപീകരിച്ച കേരള സംസ്ഥാന ലഹരി വർജന മിഷന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ യജ്ഞത്തിൻ്റെ പേര്? ആൻസർ ഓപ്ഷൻ ഡി, വിമുക്തി. നെക്സ്റ്റ്, IT-യുമായി ബന്ധപ്പെട്ട് ആക്ട്. കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് ആവശ്യമായി വരുമ്പോൾ അറിഞ്ഞോ മനഃപൂർവ്വം മറച്ചുവെക്കുകയോ നശിപ്പിക്കുകയോ മാറ്റുകയോ ബോധപൂർവം മറ്റൊരാൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാം, സിസ്റ്റം അല്ലെങ്കിൽ നെറ്റ്വർക്ക് എന്നിവ ഉപയോഗിക്കുന്ന ഏതെങ്കിലും കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് മറയ്ക്കുകയോ നശിപ്പിക്കുകയോ മാറ്റുകയോ ചെയ്യുന്നു. തൽക്കാലം പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം സൂക്ഷിക്കുകയോ പരിപാലിക്കുകയോ ചെയ്താൽ എത്ര വരെ തടവ് ശിക്ഷ ലഭിക്കാം? 3 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വരെ നീട്ടിയേക്കാവുന്ന പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
മോഷ്ടിച്ച കമ്പ്യൂട്ടർ റിസോഴ്സ് അല്ലെങ്കിൽ ആശയവിനിമയം ഉപകരണം സത്യസന്ധമായി സ്വീകരിക്കുന്നതിനുള്ള ശിക്ഷ എന്നാണ്? ആൻസർ ഓപ്ഷൻ എ 3 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവോ 1,00,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 23 വയസ്സ്. താഴെ കാണുന്ന പ്രസ്താവനകളെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരി ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. വായിക്കാം. ജനുവരി 30 കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. അത് ശരിയാണ്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. അതും ശരിയാണ്. ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. ശരിയാണ്. ജനുവരി 30, അതുപോലെ ജൂൺ 26 ദുഃഖവെള്ളി. ലോകാരോഗ്യ ദിനം ആണ് ഏപ്രിൽ 7. അന്ന് മദ്യശാലകൾ അടച്ചിടണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അടച്ചിടേണ്ടതില്ല, അത് കാരണം തെറ്റായിട്ട് വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പറും മദ്യവും കേരളത്തിൽ ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാവുന്ന പരമാവധി അളവും തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന അളവിൽ ഏതാണ് ശരിയായിട്ട് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. IMFL 3 ലിറ്റർ, അത് ശരിയാണ്. അതുപോലെ തന്നെ ബിയർ 3.5 ലിറ്റർ, ഇത് രണ്ടുമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 2ഉം 3ഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1,00,000 രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 1997. NDPS ആക്ട് 1985 ബാധകമായ പ്രദേശങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങൾ. 2 കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 10 വർഷം വരെ തടവും 1,00,000 രൂപ വരെ പിഴയും. മീഥിൽ ആൽക്കഹോളിൻ്റെ കെമിക്കൽ ഫോർമുല. ആൻസർ ഓപ്ഷൻ ഡി ആണ്, CH3OH. കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 37.5. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? ആൻസർ ഓപ്ഷൻ സി 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയത്. നെക്സ്റ്റ്, കേരളത്തിലെ വിദേശ മദ്യ ഷോപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിവസം വിദേശ മദ്യഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാം എന്ന് പറയുന്നു. അത് തെറ്റാണ്, പ്രവർത്തിക്കാൻ പറ്റില്ല. ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി ദിവസം. അതുപോലെ തന്നെ വരുന്നത് മഹാത്മാഗാന്ധി ജനിച്ച ദിവസം വിദേശ മദ്യഷാപ്പുകൾ തുറക്കാമെന്ന് പറയുന്നു. നമുക്ക് നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു അല്ലേ, തുറക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. ഇനി ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ദിവസം വിദേശ മദ്യഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അത് ശരിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ശരിയായില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെൻറ്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം. FL3 ലൈസൻസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ. FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിൻ്റെ കുറഞ്ഞ അളവ്. ആൻസർ ഓപ്ഷൻ ഡി 180 ml. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് കോട്ട്പ നിയമപ്രകാരം ശരിയായിട്ടുള്ളത്? ആൻസർ വരുന്നത് 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത് എന്ന് പറയുന്നു. ശരിയാണ്. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല, അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോട്ട്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി 30.
സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിൻ്റെ പുറത്തുള്ള സ്ഥലത്തിൻ്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം? ആൻസർ ഓപ്ഷൻ ബി 85%. കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും വേണ്ടി ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വിമുക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47 ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. അത് ശരിയാണ്. മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കുമെന്ന് പറയുന്നു. അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി 1, 3 മാത്രം. നെക്സ്റ്റ്. IT ആക്ട് 2000 സെക്ഷൻ 43 പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? കമ്പനി, പാർട്ട്ണർഷിപ്പ്, സ്ഥാപനം, വ്യക്തി. ഇവയ്ക്കെല്ലാം എന്താണ്? നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഇതിൽ പറഞ്ഞിരിക്കുന്നതിലൊന്നും ആൻസർ വരുന്നില്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞതൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 55D. അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാനും ഉപയോഗിക്കുവാനും അനുവാദമുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 23 വയസ്സ്. താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏത് ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ, ദുഃഖവെള്ളി. താഴെ പറയുന്നതിൽ എക്സൈസ് വകുപ്പിൽ ഏത് ഉദ്യോഗസ്ഥനും അതിനും മുകളിലുള്ളവർക്കുമാണ് കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത്? ആൻസർ ഓപ്ഷൻ ബി, എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ മുതൽ മുകളിൽ. NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, 31A. 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 20B. 2B കേട്ടോ, 20B 2B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ റീഡിസ്റ്റിലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുവാൻ ലഭിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ന്യൂട്രൽ സ്പിരിറ്റ്. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെയാക്കി മാറ്റുവാൻ താഴെ പറയുന്നതിൽ ഏത് വസ്തുവാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ക്രൂഡ് പിരിഡിൻ. ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മോളാസിസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം? ആൻസർ ഓപ്ഷൻ ബി, നീല. താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവിൽപ്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകൾ സംബന്ധിച്ച് ശരിയേത്? ആൻസർ ഓപ്ഷൻ സി ആണ്, FL4A ക്ലബ്ബ് ലൈസൻസ്, FL6 സ്പെഷ്യൽ ലൈസൻസ്, FL9 വിദേശ മദ്യ മൊത്ത വിൽപ്പന ലൈസൻസ്, FL11 ബിയർ വൈൻ പാർലർ ലൈസൻസ്. നെക്സ്റ്റ്. കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിന് സ്കൂൾ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂരപരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 200 മീറ്റർ. അപ്പോൾ കോളേജുകളിൽ നിന്നുള്ള ദൂരപരിധി മീറ്ററിലും അതുപോലെ തന്നെ യാർഡ്, അങ്ങനെ പല ഇതിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അളവുകളൊക്കെ കറക്റ്റ് പഠിച്ചു വെച്ചിരിക്കുക. താഴെ പറയുന്നതിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ഓഗസ്റ്റ് 15 ആണ് നിരോധിച്ചിട്ടില്ലാത്തത്. ജൂൺ 26, ജനുവരി 30, ഒക്ടോബർ 2 മദ്യവിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത് കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ സി, 4. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്പ ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 200 രൂപ.
ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം? ആൻസർ ഓപ്ഷൻ എ ആണ് 85%. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ 47. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ മുഖ്യമന്ത്രി. കേരളത്തിൽ മദ്യ ഉപയോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സ് മുതലാണ്? കുറേ ക്വസ്റ്റ്യൻ കണ്ടു അല്ലേ? ആൻസർ ഓപ്ഷൻ ബി 23. IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ജീവപര്യന്തം തടവ്. നെക്സ്റ്റ്, IT ആക്ട് 2000 സെക്ഷൻ 77B പ്രകാരം ഡാഷ് തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവിടെ പറഞ്ഞതിലൊന്നും ഇല്ല ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതുവരെയുള്ള 2022 മുതലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.